കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ജോജി ജോർജ് നായകനായിട്ടെത്തിയ പണി, അതോടൊപ്പം തന്നെ നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ അയാം കാതൻ തുടങ്ങിയ സിനിമയുടെ OTT റിലീസ് ചെയ്തു. അതോടൊപ്പം തന്നെ സൂക്ഷ്മദർശിനി, പുഷ്പ 2, മാർക്കോ തുടങ്ങിയ സിനിമകളുടെ എല്ലാം തന്നെ OTT അപ്ഡേറ്റ്സ് ലഭ്യമായിരിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഈ ഒരു അപ്ഡേറ്റ് ആണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 2024 ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് മാറിയ ചിത്രമാണ് ബേസിൽ ജോസഫ്, നസ്രിയ നസീം തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്രം അടുത്തിയ സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രം ഒരു സർപ്രൈസ് ഹിറ്റായിട്ട് 50 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ വിജയ ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്നാണ് പറയാൻ സാധിച്ചിട്ടുണ്ടായിരിക്കുന്നത്. ചിത്രം ഈ വരുന്ന ജനുവരി മാസം പകുതിയോടുകൂടി തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് നടത്തുന്ന സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്ന ഏഷ്യാനെറ്റ് ആണ്. അതോടൊപ്പം തന്നെ ഈ മാസം OTT റിലീസിന് കാത്തിരിക്കുന്ന മറ്റൊരു ചിത്രം എന്ന് നോക്കുകയാണെങ്കിൽ നസ്ലിൻ കേന്ദ്ര കഥാപാത്രത്തെത്തിയ അയാം കാതൻ എന്ന് പറയുന്ന മലയാള ചിത്രമാണ്. ഗിരീഷടി നസ്ലിൻ കൂട്ടുകെട്ടിൽ ഒന്നിച്ച ചിത്രമായിരുന്നു അയാം കാതൻ എന്ന് പറയുന്ന സിനിമ. കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയ ചിത്രമായിരുന്നു പ്രേമരു എന്ന് പറയുന്ന സിനിമ. ആ ഒരു ഹിറ്റ് കോംബോ ഒന്നിച്ച ചിത്രം കൂടി ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വളരെ പ്രതീക്ഷയോടെയാണ് അയാം കാതലിനെ കാത്തിരുന്നിട്ടുള്ളത്. എന്നാൽ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമൊന്നും നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിലും സാമ്പത്തികമായിട്ട് ചിത്രം വിജയമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ മനോരമ മാക്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. മനോരമ മാക്സ് ഈ വരുന്ന ജനുവരി മാസം 16 ഈ ഒരു സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുമെന്നാണ് പറയാൻ സാധിച്ചിരിക്കാൻ. നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റിനായിട്ട്. അടുത്തൊരു OTT റിലീസ് എന്ന് നോക്കുകയാണെങ്കിൽ ഈ ഒരു കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നിട്ട് മാറിയ ചിത്രമാണ് അല്ലു അർജുൻ കേന്ദ്ര കഥാപാത്രത്തിൽ സുകുമാർ അണിയിച്ചൊരുക്കിയ പുഷ്പ 2 ദി റൂൾ എന്ന് പറയുന്ന സിനിമ. ഇതൊക്കെയാണ് ചിത്രത്തിൽ മലയാളികളുടെ പ്രിയതാരം ഫഹദ് ഫാസിലും വില്ലൻ വേഷത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. രശ്മിക മന്ദാന നായികയായിട്ടായിരുന്നു ചിത്രത്തിൽ വന്നിട്ടുണ്ടായത്. ചിത്രം ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും വലിയ പണംവാരി ചിത്രങ്ങൾ ഒന്നായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. 1800 കോടി മറികടന്ന ചിത്രം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ ചിത്രത്തിലെ OTT അപ്ഡേറ്റ്സുകൾ ലഭ്യമായിട്ടുണ്ട്. ചിത്രത്തിലെ OTT റൈറ്റ്സ് എല്ലാം തന്നെ നെറ്റ്ഫ്ലിക്സ് ആണ് സ്വന്തമാക്കിയെന്ന് നമ്മൾ നേരത്തെ തന്നെ അറിയിച്ചാണ്. നെറ്റ്ഫ്ലിക്സ് ഈ വരുന്ന 16 അല്ലെങ്കിൽ 17 ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. തെലുങ്കിന് പുറമെ തന്നെ ഹിന്ദി, തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ 5ഓളം ഭാഷയോടെയായിട്ടാണ് നെറ്റ്ഫ്ലിക്സ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നത്. അടുത്തൊരു OTT അപ്ഡേറ്റ്സ് ആയെന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ണുമുകുന്ദൻ നായകനായിട്ടെത്തി കഴിഞ്ഞ വർഷം ക്രിസ്മസ് നാളുകളിൽ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രമായിരുന്നു മാർക്കോ എന്ന് പറയുന്ന സിനിമ. 100 കോടി ക്ലബിലോട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിന്റെ OTT അപ്ഡേറ്റ്സിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത്. ചിത്രം ഡയറക്ട് ചെയ്തിട്ടുണ്ടെന്ന് ഹനീഫ് അദേനിയായിരുന്നു. ഏകദേശം 91 കോടിയോളം ചിത്രം 3 ആഴ്ചയിലോട്ട് കടന്നപ്പോൾ തന്നെ സ്വന്തമാക്കിയ ചിത്രം തെലുങ്കിലും ഹിന്ദിയിലും തമിഴിലും വൻ വിജയമായിട്ട് മാറുന്നൊരു കാഴ്ചയെ കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് നീളുമെന്നാണ് ചിത്രത്തിന്റെ പ്രൊഡ്യൂസർ അറിയിച്ചിരിക്കുന്നതെങ്കിൽ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണെന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത്. ചിത്രത്തിന്റെ OTT റിലീസ് ഒരുപക്ഷെ ഫെബ്രുവരി അല്ലെങ്കിൽ മാർച്ചോടുകൂടി മാത്രമേ സംഭവിക്കത്തുള്ളതാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിനായിട്ട്. അതോടൊപ്പം തന്നെ കാത്തിരിപ്പിന് വിരാമമിട്ടുണ്ട് മറ്റൊരു മലയാള സിനിമ ഈ ജനുവരി മാസം OTT പ്ലാറ്റ്ഫോമിലോട്ട് എത്താൻ പോവുകയാണ്. ജോജു ജോർജ് ആദ്യമായിട്ട് രചനയും സംവിധാനം നിർവഹിച്ച പണി എന്ന് പറയുന്ന സിനിമയാണ്. എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷത്തെ ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറിയ ചിത്രമാണ് പണി എന്ന് പറയുന്ന സിനിമ. ഏകദേശം 30 കോടിക്ക് മുകളിൽ ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് എല്ലാം തന്നെ സോണി ലൈവ് സ്വന്തമാക്കിയെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസം അവസാനം റിലീസ് ചെയ്യുന്ന അറിയിച്ചിട്ടുണ്ടെങ്കിലും പിന്നീട് OTT റിലീസ് നീണ്ടുപോകുകയായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ തന്നെ ഒഫീഷ്യലായിട്ട് ചിത്രത്തിന്റെ OTT റിലീസ് തീയതി പുറത്തുവിട്ടിട്ടുണ്ട്. സോണി ലൈവ് ഈ വരുന്ന ജനുവരി മാസം 16 പണി എന്ന് പറയുന്ന സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ചിത്രത്തിനായിട്ട്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഭാഷകളിലായിട്ടാണ് സോണി ലൈവ് ഈ സിനിമയെ സ്ട്രീമിംഗ് നടത്താൻ പോകുന്നതെന്ന് അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചിത്രങ്ങളുടെ കൺഫേംഡ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏത് ചിത്രം കാണാൻ വേണ്ടിയാണ് നിങ്ങൾ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.